ഓരോ രാജ്യത്തും അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിലുള്ളവരായതുകൊണ്ട് നമ്മുടെ ആയുർവേദ മസാജ്, റെജുവിനേഷൻ മസാജാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ പോലും ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള സ്റ്റൈലിലുള്ള മസാജ് തെറാപ്പി ഉണ്ട്. എല്ലാ രാജ്യത്തിനും ആദിവാസികൾക്ക് പോലും അവരുടേതായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് മസാജ് തെറാപ്പിക്ക് വരുന്ന ആളിനെ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ബോഡി റീഡിംഗ് ആണ്. ബോഡി റീഡിംഗ് എന്ന് പറയുമ്പോൾ അയാളുടെ നേക്കഡ് ബോഡി നല്ലോണം നമ്മൾ പരിശോധിക്കും. ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ്, റൈറ്റ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ്, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ബാക്ക്. അപ്പോൾ ആ സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചർ എല്ലാ ഭാഗവും ഒരുപോലെയാണെന്ന് നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊണ്ട് തന്നെ അറിയാം. ഒരാളിൻ്റെ ബോഡി വന്നാൽ തോളിങ്ങിരിക്കുകയാണോ, പുറത്തോട്ടിരിക്കും മലന്നിരിക്കുകയാണോ, കുനിഞ്ഞിരിക്കുകയാണോ, കാലിന് ഇങ്ങനെ ബ്രാക്കറ്റ് പോലെയാണോ, ഇങ്ങനെ ഇരിക്കുകയാണോ, അതെല്ലാം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബോഡി റീഡിംഗ് കൊണ്ട് മനസ്സിലാക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അയാൾ എവിടെയെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനോ ഏതെങ്കിലും ഒക്കെ നടത്തിയിട്ടുണ്ടോ, ഹിപ്പിൽ എങ്ങനെ ഡിസ്ക് എങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടോ, വെറ്റില ഒക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ടോ, ഇതെല്ലാം അയാൾക്ക് ചോദിക്കാതെ തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഓപ്പറേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാം. എന്നിട്ട് വേണം അയാളുടെ ചോദിച്ചിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന മസാജും ഉണ്ട്. റെജുവിനേഷൻ മസാജ് എന്ന് പറയുന്നത് പൊതുവെ ചെയ്യുന്ന ഇതുകൊണ്ട്, പിന്നെ എണ്ണ തേച്ച് കുളിക്കുന്നതിനുള്ള സാധാരണഗതിയിലുള്ള മസാജുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എല്ലാം കൂടെ മസാജ് ചെയ്യേണ്ട കാര്യമില്ല. ആ പർട്ടിക്കുലർ റീജിയനിൽ മാത്രം നമ്മൾ മസാജ് കൊടുത്താൽ മതി. മസാജിന് സ്ട്രോക്കുകളുണ്ട്. മെഡിക്കൽ മസാജ് എന്ന് പറയുന്നത് മെഡി മസാജ്, ഇന്റർനാഷണൽ മെഡി മസാജ് എന്ന് പറയുന്നതാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. കളരി മസാജ് എനിക്കറിയാം, ആയുർവേദ മസാജ് അറിയാം. പക്ഷേ അതിലെല്ലാം ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയത് ഇതായതുകൊണ്ട് ഞാൻ അതാണ് സാധാരണ ഇത് പ്രാക്ടീസ് ചെയ്തെന്നും ഓരോ രോഗികൾ വന്നാൽ ചെയ്യുന്നു. അതിൽ ലോങ് സ്ട്രോക്ക് എന്നും ഷോർട്ട് സ്ട്രോക്ക് എന്നും രണ്ട് കൈമുറകളും. ലോങ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന് വരെ എൻഡ് മുതൽ പാദം മുതൽ കൈയുടെ തുമ്പ് വരെ, മറ്റേ പാദം മുതൽ കൈയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ആയിട്ടുണ്ട്, നേരെയുണ്ട്, ക്രോസ് ആയിട്ടുണ്ട്. പിന്നെ ഷോർട്ട് മസാജ് സ്ട്രോക്കുകളുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എണ്ണ കയ്യിലെടുത്ത് ഗുരുവിനെയൊക്കെ വിചാരിച്ചിട്ട് ഒഴിച്ച് ഇടത് കൈയിൽ നിന്ന് വലത് കൈയിലേക്കും പാസ് ചെയ്ത് ഉച്ചിയിൽ സഹസ്രാരവർണ്ണത്തിൽ ഇങ്ങനെ തടവി ഓങ്കാരമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രാക്ഷരങ്ങളോ അഭിനന്ദന മന്ത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൊല്ലി ഒഴിഞ്ഞു മാറുക. ഇത് ബോഡി റീഡിങ്ങിനൊക്കെ ശേഷമാണ്. അത് കഴിഞ്ഞാൽ ആളിനെ കമഴ്ത്തി കിടത്തിയാണ് ഇന്റർനാഷണൽ മെഡിക്കൽ മസാജ് തുടങ്ങുന്നത്. ഈ ആയുർവേദ മസാജ് പോലെ ഇരുത്തിയല്ല, തലയൊഴിയല്ല. ആദ്യം നാരായണക്കെട്ടിൻ്റെ ഭാഗം, കുഷ്ടി എന്ന് പറയുന്നതിന് ആ ഭാഗം ഡിസ്ക്, അതായത് പൊക്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എണ്ണ ഒഴിച്ചിട്ട് അവിടെയാണ് ആദ്യമായിട്ട് ക്ലോക്ക് വൈസായിട്ട് ഇങ്ങനെ തുടങ്ങി 21 സാധാരണഗതിയിൽ 21 എടുക്കുകയാണെങ്കിൽ 21 എല്ലായിടവും ചെയ്യണം. എടുക്കും, തീരുമ്പോൾ 1 മണിക്കൂറാവും ഒരാൾ ചെയ്യും. 2 പേരാണെങ്കിൽ അതിനൊക്കെ ടൈം കുറയ്ക്കാം. സ്ട്രോക്ക് കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം എടുത്തു പോയാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം, ബോഡി കംപ്ലീറ്റ് അത് തന്നെ കണ്ടിന്യൂ. ഒരിടത്ത് 10, ഒരിടത്ത് 21 എടുത്തു കഴിഞ്ഞാൽ 10 ദിവസം അങ്ങനെ മസാജ് ചെയ്യുമ്പോഴേക്കും ഒരിടത്ത് നല്ല മസിൽ ഡെവലപ്മെന്റ് ആയിരിക്കും, മറ്റിടം തേമ്പിയിരിക്കും. അപ്പോൾ രോഗിക്ക് വന്നതിനേക്കാൾ വലിയ കുഴപ്പമായി. അപ്പം ഒന്നിലധികം അവർക്ക് ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് കൊണ്ടാണ് അവർക്ക് ചെയ്യുന്നത്. ട്രെയിനിങ് അവർക്ക് അറിയാം, ഇത്ര സ്ട്രോക്ക് എടുക്കണമെന്ന് എല്ലാവരും പഠിപ്പിച്ചിട്ട് അവർ ഒരുമിച്ച മൂവ്മെന്റ് പോലും ഒരുമിച്ചായിരിക്കും, അത്ര കറക്റ്റ് ആയിരിക്കും. ഇപ്പം കോട്ടയ്ക്ക് പോലും അങ്ങനൊന്നും അല്ല ചെയ്യുന്നത്, പുള്ളി തോന്നിയ കണക്കൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടോളൂ. അവരൊന്നും ഇത് ഐഡിയാസ് ഒന്നും വെച്ചോണ്ടൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ മസാജ് ചെയ്യുന്ന അവർ കടന്നു കൊടുക്കുന്നു എന്നല്ലാതെ അതിൽ കഴിഞ്ഞ ഐഡിയോളജിക്കലായിട്ട് ഒന്നും ചെയ്യും. ക്ലോക്ക് വൈസ് സ്റ്റാർട്ടിങ് എല്ലാം ക്ലോക്ക് വൈസ് തന്നെ. അപ്പം കമഴ്ത്തി കിടത്തിയിട്ട് അവിടെ ക്ലോക്ക് വൈസ് ഇങ്ങനെ ആദ്യം ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങും. പോയിന്റിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈഡായിട്ട് കൊണ്ടുവന്നിട്ട് കറക്കി കൊണ്ടുവന്ന് 21 ആകുമ്പോഴേക്കും ഒരു കാലിലേക്ക് ഇങ്ങനെയുണ്ട് പാദത്തിൽ തിരിച്ച് ഇത് തന്നെ വീണ്ടും തിരിച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇത് കറക്കി 21 ആകുമ്പോൾ അടുത്ത പാദത്തിൽ, പിന്നെ ഇത് കറക്കി ക്ലോക്ക് വൈസ് തന്നെ കറക്കി ഈ കൈയിലേക്ക്, പിന്നെ ആ കൈ. അപ്പൊ 4 ശാഖകളിലേക്കുള്ള 4 എണ്ണമായി. അത് കഴിഞ്ഞ് ഗ്ലൈഡിംഗ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് വിമാനം കയറി താഴെ ഇറങ്ങുന്നതൊക്കെ ഇങ്ങനെ കറങ്ങി ചുറ്റി വന്നിട്ട് നട്ടലിൽ കൂടെ തമ്പി വൃക്ഷം കൊടുത്ത് ഇരുത്തങ്ങ് നെക്കുരം അത് ചെയ്ത് കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട്
ട്വിസ്റ്റിംഗ് മസാജ് പള്ളയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കുറച്ച് ഇങ്ങനെ മാവ് കുഴയ്ക്കുന്ന കണക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ച് അപ്പുറത്ത് വിട്ടു. ബട്ടക്സിൽ സർക്കുലർ മസാജ് ഇങ്ങനെ കുഴയ്ക്കുന്ന പോലെ തിരിച്ചിവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പിന്നെ തമ്പ് ഇംപ്രഷൻ മൂള് വരെ കഴുത്തിൻ്റെ അറ്റം വരെ താഴെ തുടങ്ങി അവിടെ വരെ. ഇത് കഴിഞ്ഞിട്ട് ഇത് ജനറലായിട്ട് ഇപ്പോൾ ശരീരം മുഴുവൻ എണ്ണയായി, മുതുക് മുഴുവൻ എണ്ണയായി. പിന്നെ ഓരോ ഭാഗമായിട്ട് വിരൽ, കാലിൻ്റെ വിരൽ മുതൽ പാദം, ആംഗിള്, ബൈസെപ്സ് മസിൽ, ജോയിന്റ്, നീ ജോയിന്റ്, ഈ മർമ്മ പോയിന്റ് അറിയാവുന്നവർ ഈ മർമ്മയിൽ വന്നിട്ട് ഒരു ട്വിസ്റ്റിങ്, ഒരു സർക്കുലർ ട്വിസ്റ്റിംഗ് കൂടെ കൊടുത്താൽ അത് ഏറ്റവും നന്നായി. എല്ലാ മർമ്മങ്ങളും അറിയാവുന്നവർ കൈ വരുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ഇതിൻ്റെ മനസ്സിൽ ഓടി വരും. അവിടെയൊക്കെ വരുമ്പം ഈ പോകുന്ന പോക്കിനൊരു തമ്പ് ഇംപ്രഷൻ കൊടുക്കും. അവിടെയൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. അവിടെ കാല് കൊണ്ടെത്തിച്ച് മറ്റേ കാലും അതുപോലെ ചെയ്ത് പിന്നെ ഓരോ ബോഡി പാർട്ടായിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ചെയ്ത് തീർത്തിട്ട് അത് കഴിഞ്ഞിട്ട് ലോങ് സ്ട്രോക്ക് ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് അപ്പുറത്ത് ഇറങ്ങി അവിടുന്ന് ഒരു എൻഡ് മുതൽ അത് കഴിഞ്ഞാൽ കഴുത്തിനുള്ളതും റൊട്ടേഷനും പിന്നെ തലയിൽ ഈ ബാക്ക് സൈഡ് മാത്രം മിഡിൽ ഓഫ് ലെഗിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വൈബ്രേഷനും ഫിംഗർ വൈബ്രേഷനും കൊടുത്തിട്ട് താഴെ വരെ കൊണ്ടുവച്ചിട്ട് മലത്തെ കിടത്തി സെയിം ട്യൂണിങ് തന്നെ പുറയിൽ എന്ത് ചെയ്തോ അത് തന്നെ ഫ്രണ്ടിൽ. പിന്നെ കൈക്കും കാലിനും മാത്രമാണ് സെപ്പറേറ്റ് എടുക്കുന്നത്. ആ സെപ്പറേറ്റ് എടുക്കുന്നത് പിന്നെ ലോങ് സ്ട്രോക്ക് ആയിട്ട് രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് ചെയ്യുക. ഒരാളെ ഉള്ളെങ്കിൽ ഒരു സൈഡ് ചെയ്തിട്ട് മറ്റേ സൈഡ് ചെയ്തതിന് ശേഷം ഒരാൾ തന്നെ ലോങ് സ്ട്രോക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങനെ ബോഡി അങ്ങ് തിരിഞ്ഞാൽ മതി. അപ്പം രണ്ട് ഭാഗം ഒരാൾക്ക് തന്നെ ചെയ്യാം. അത് ചെയ്തിട്ട് വലിവെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നേരെയും കുറുക്കെയുമായിട്ട് 8 തരത്തിൽ വലിവെടുക്കാം. വലിവെടുത്ത് ശ്വാസനിലയൊക്കെ കറക്റ്റായിട്ട് നോക്കി ശ്വാസമൊക്കെ ഇങ്ങനെ ഓരോ പൊസിഷനും നോക്കിയാൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അറിയാം. കാലും ഇവിടെ ഇതൊക്കെ നോക്കാം. 10-32 സ്ഥാനങ്ങൾ നമുക്ക് ശ്വാസം കറക്റ്റായിട്ട് നോക്കാം. പൾസർ നോക്കാം, പൾസ് റേറ്റ് നോക്കാം. ശ്വാസം വിലങ്ങിലുണ്ടെങ്കിൽ ഇവിടെ അടിച്ച് നേരെയാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം.